ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. ഹായ്, നിങ്ങളുടെ പുതിയ ജിമ്മിലേക്കുള്ള ബെസ്റ്റ് ജിം എക്യുപ്മെന്റ്സ് എവിടെ വന്ന് പർച്ചേസ് ചെയ്യണമെന്നുള്ള ആലോചനയിലാണോ? അതോ വീട്ടിൽ സ്വന്തമായിട്ട് വർക്ക്ഔട്ട് ചെയ്യാൻ ഒരു ഹോം ജിം സെറ്റ് ചെയ്യാനുള്ള പ്ലാനിംഗിലാണോ? വെൽനെക്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ് സെയിൽസ് ആൻഡ് സർവീസ് നിയർ സിദി ഹാജി സ്റ്റേഡിയം എടവണ്ണ. സ്നേഹഭവൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ രണ്ടാംഘട്ട പഠനോപകരണങ്ങൾ കരുളായി പിലാക്കോട്ടുംപാടം അരിപ്പൻമലയിലെ കുട്ടികൾക്ക് വിതരണം ചെയ്തു. കരുളായി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീജ കണ്ടങ്ങാമ്പുറത്ത് കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ സമ്മാനിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. നിങ്ങൾക്ക് പഠിക്കാനുള്ള പഠനോപകരണങ്ങൾ സ്നേഹത്തോടെ തരാൻ ഒരു ട്രസ്റ്റ് നമ്മുടെ മുന്നിലേക്ക് വന്നെങ്കിൽ അവർക്കുള്ള നന്ദിയും കടപ്പാട് കരുളായി പഞ്ചായത്തിന്റെ പേരിലും കരുളായി പഞ്ചായത്തിന്റെ ഭരണസമിതിയുടെ പേരിലും നിങ്ങൾ ഓരോരുടെ പേരിലും നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. ഒരു കുട്ടി സ്കൂളിലേക്ക് പോകുമ്പോൾ ആ കുട്ടിക്ക് ഒരു പുസ്തകങ്ങൾ വാങ്ങണമെങ്കിൽ എത്ര രൂപ വേണം? എല്ലാ രക്ഷിതാക്കളുടെ മനസ്സിൽ ഇപ്പോൾ ഒരു ആവലാതിയാണ്. സ്കൂൾ തുറക്കാനായി എന്തെല്ലാം വേണം? അത് ഒരു വീട്ടിൽ നിന്ന് 2-3 കുട്ടികൾ പോകുന്നുണ്ടെങ്കിൽ നല്ല പൈസ ചെലവാണത്. അപ്പോൾ എല്ലാവരും സാധാരണക്കാരായ ആളുകളാണ്. അപ്പൊ നമുക്കൊരു കുട്ടിയെ സ്കൂളിലേക്ക് വിടണമെങ്കിലുള്ള ബുദ്ധിമുട്ട് ആലോചിച്ച് എല്ലാവരും വേവലാതി പഠിക്കുന്ന സമയത്താണ് ഇതുപോലൊരു കൈത്താങ്, ഒരു സ്നേഹം നമ്മുടെ മുന്നിലേക്ക് ഒരു കടന്നു വന്നത്. വാർഡ് മെമ്പർ ഖദീജ പറമ്പിൽ പീടിക സ്വാഗതം പറഞ്ഞു. മഞ്ചേരി പ്രസ് ക്ലബ് പ്രസിഡന്റ് സി ജമാൽ മുഖ്യാതിഥിയായി. സ്നേഹഭവൻ ട്രസ്റ്റ് പ്രസിഡന്റ് സമീർ പുളിക്കൽ അധ്യക്ഷത വഹിച്ചു. കാര്യമായിട്ട് ഈ സ്നേഹഭവൻ നമ്മൾ കിടപ്പിലായ രോഗികൾക്ക് അവർക്ക് വേണ്ട മരുന്നുകൾ, ഭക്ഷ്യസാധനങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ ആ വീട്ടിലെ കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. പിന്നെ ഡയാലിസിസിന് വേണ്ടിയിട്ടുള്ള രോഗികൾക്ക് കൊണ്ടുപോകാൻ വാഹനം കാര്യങ്ങൾ, അവർക്ക് വേണ്ട ഡയാലിസിസ് ചെയ്ത് വീട്ടിലേക്ക് തിരിച്ചാക്കി കൊടുക്കുക. അതുപോലെ തന്നെ നമ്മള് തീരെ നിർധനമായിട്ടുള്ള കുടുംബത്തിലേക്കുള്ള ഭക്ഷ്യസാധനങ്ങൾ അവിടുത്തെ വീട്ടിലെ കുട്ടികളുടെ കാര്യമായിട്ട് ഇങ്ങനെയുള്ള രോഗികൾക്കാണ് കൂടുതലായിട്ട് ട്രസ്റ്റിലൂടെ സഹായങ്ങൾ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഇതിന് 12 വർഷങ്ങൾ മുമ്പ് ചെയ്യുമ്പോൾ അന്ന് ട്രസ്റ്റ് രൂപീകരിച്ചിട്ടില്ലായിരുന്നു. ഞങ്ങൾ സ്വകാര്യ രീതിയിൽ ഒരു പബ്ലിസിറ്റി ഇല്ലാതെ കൊടുത്തിരുന്നത്. ഈ ട്രസ്റ്റ് ഇപ്പോഴാണ് ഞങ്ങൾ അത് ഒരു ട്രസ്റ്റ് ആക്കി മാറ്റിയത്. സ്നേഹഭവൻ എന്നുള്ള പേരിട്ട് ഞങ്ങൾ ട്രസ്റ്റ് ആക്കി രൂപീകരിച്ച് ഈ അടുത്ത കാലത്താണ് ആക്കിയിട്ടുള്ളത്. 12 വർഷം മുമ്പ് ഇതിന്റെ പ്രവർത്തനങ്ങളും ഇതിന് വേണ്ട കാര്യങ്ങളും ഒരുപാട് കുടുംബങ്ങളെ സഹായിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. യൂത്ത് ഫ്രണ്ട് ജില്ലാ പ്രസിഡന്റ് ബാബു കുടിയാടൻ, ട്രസ്റ്റ് അംഗങ്ങളായ പി സഫീർ, മുഹമ്മദ് അൽഹറുദ്ദീൻ, യാസിർ അറഫാത്ത് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കരുളായി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെയും കേരള സർക്കാരിന്റെയും അംഗീകാരത്തോടെ വിൻസെൻഷൻ വൈദികരുടെ നേതൃത്വത്തിൽ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷന് സമീപം ഡീപോൾ ക്യാമ്പസിൽ BCA, BSW, BCom, BSc ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, BSc സൈക്കോളജി, BSc ഹോട്ടൽ മാനേജ്മെന്റ് തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഡീപോൾ കോളേജ്, ഡിസാറ്റ്, നിലമ്പൂർ. Charitra Vivag Bridal Collections by Shobhika Weddings.